നേരെ 8 മണിയായി. ഇനിയിപ്പോൾ എന്തൊക്കെയാ പറയാവോ മാഡം? എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് നിൽക്കണം. കുമാരിയെ വന്നോ നീ? മാഡം എത്ര മണിയായി ഈ സമയം? 8 മണി. 8 മണിയായി മാഡം. എന്താ മാഡം? നിന്നെ ഞാനിവിടെ എത്ര മണിക്ക് വരാനാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്? 7 മണിക്ക്. 7 മണി. ഇപ്പൊ സമയം 8 മണി. നിനക്ക് എപ്പോഴാ? 9 മണിക്ക് പോയാൽ പോരെ? അങ്ങനെ പോയാൽ പറ്റില്ല മാഡം. എന്തേ? എപ്പോ പോണം? ആങ്ങളുടെ മോന്റെ കുട്ടിക്ക് പല്ലെടുക്കാൻ പോണം മാഡം. ഓ, അപ്പൊ ഇന്നലെയോ? ഇന്നലെ കുറച്ച് വിരുന്ന് എൻ്റെ നാത്തൂന്റെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? നേരത്തെ പോയതാ. ഓ, അപ്പൊ അങ്ങനെ ഇന്നലെ തിന്നു. അപ്പൊ ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ, നീ 7 മണിക്ക് ഇവിടെ വരേണ്ട, നീ ഇപ്പൊ ഇവിടെ 8 മണിക്ക് എത്തിയത്. നീ എന്നാണ് ഈ താമസിക്കാൻ കാര്യം? ഒന്ന് കേക്കട്ടെ. അത് മാഡം ഞങ്ങൾ വലിയായിരുന്നു കേട്ടോ. അപ്പോ അതുണ്ടല്ലോ മാഡം, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ നമ്മുടെ മരങ്ങോട്ട് വളപ്പില ജോസഫ് ഉണ്ടല്ലോ. എന്താ നീ മരത്തെ കയറാൻ പോയിരുന്നോ? ആ മരങ്ങോട്ട് വളപ്പില ജോസഫ് ഉണ്ടല്ലോ. ആ ജോസഫ് എന്നെ കണ്ടപ്പോഴേ അങ്ങേർക്ക് എന്നെ കാണുമ്പോ പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി അങ്ങേർക്ക് എന്നെ കാണുമ്പോ. എന്നിട്ട് നീ ആവശ്യത്തിന് പോസിറ്റീവ് എനർജി കൊടുത്തോ? കൊടുക്കാണ്ട് പറ്റുമോ മാഡം? ഓ ശരി, കൊടുത്തു. അതുകൊണ്ടാണ് നീ താമസിച്ചത്. ഈ 1 മണിക്കൂർ താമസിച്ചത്. 1 മണിക്കൂർ നീ പോസിറ്റീവ് എനർജി അയാൾക്ക് കൊടുക്കുമായിരുന്നു, അത് വേറെ വല്ലവർക്കും കൊടുത്തോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വരികയായിരുന്നു. വരുമ്പോ നമ്മുടെ മീൻകാരല്ലേ, മീൻകാരൻ അയാൾ അവിടെ ഭാഗത്ത് മുഴുവനും നല്ല മീൻ, ആ ഭാഗത്ത് നല്ല മീൻ മുഴുവനും കൊടുത്തിട്ട് നമുക്ക് ചീഞ്ഞ മീനാ കൊണ്ടേ. ഓ, അതുകൊണ്ട് നീ അപ്പൊ ഞാൻ അത് നോക്കി നിന്നു അവിടെ. അയാൾ നല്ല മീനാണോ ചീത്ത മീനാണോ കൊണ്ടുവന്ന് നോക്കി നീ അവിടെ നിന്നു അല്ലേ? എടി, നീ ആ നോക്കി നിന്നതിന് നിനക്ക് എത്ര മീൻ തന്നടിയാ മാഡം? 1/2 കിലോ. 1/2 കിലോ തന്നു. ആ 1/2 കിലോ മീൻ നീ എന്ത് ചെയ്തു? അത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. ശരി. അപ്പൊ അതാണ് നീ വൈകാൻ കാരണം. 1 മണിക്കൂർ വൈകുക അല്ലേ? പിന്നെ മാഡം ഞാൻ ഇവിടെ വേറെ കത്തറന്ന് വെച്ചിരുന്നു വരികയായിരുന്നു. ഞാൻ അങ്ങോട്ട് വരുമ്പോഴേ സൂസമ്മ ചേച്ചിയുണ്ട്, എന്നെ വിളിച്ചു. ഈ കുമാരി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. ഞാനപ്പോ അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോ എന്നിട്ടെന്നറിയോ, അപ്പുറത്തെ വീട്ടിൽ ഇന്നലെ എന്താ ഉണ്ടായെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനതൊക്കെ ഒന്ന് അന്വേഷിച്ച് പിടിച്ച് ഒക്കെ ഒന്ന് നോക്കി അറിഞ്ഞ് പിടിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താച്ചാലേ അവരുടെ മരുമകളുടെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചോന്ന്. അതായിരുന്നു ബഹളം അവിടെ. അതൊക്കെ ഞാൻ അന്വേഷിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. സൂസമ്മ ചേട്ടത്തിക്ക് നീ വേണ്ടതൊക്കെ അന്വേഷിച്ച് പറഞ്ഞു കൊടുത്തു. സൂസമ്മ ചേട്ടത്തി എന്നെ തന്നേ നിനക്ക്? 3 തേങ്ങ തന്നു. അത് നീ കൊണ്ടുവച്ചു. ശരി. പിന്നെ ഞാൻ വേഗം വരാൻ ഇങ്ങനെ വരികയായിരുന്നു മാഡം. അപ്പൊ എന്റെ ഫോൺ റിങ് ചെയ്യണു. അപ്പൊ നോക്കുമ്പോ എന്റെ കെട്ടിയാൽ വീഡിയോ കോളില്. വീഡിയോ കോൾ വിളിച്ചോ? അതിന് നിങ്ങളിപ്പോ ഒന്നിച്ച് ആ വീട്ടിൽ കിടന്നു വെച്ച് നീ ഇപ്പം എഴുന്നേറ്റ് വന്നതിന് പറഞ്ഞ് എന്നെ വീഡിയോ കോൾ വിളിച്ചേ? അതിന് എന്റെ മാഡം, ഞങ്ങൾ 5-6 ദിവസമായി തല്ലൂടിയിട്ട് മിണ്ടാണ്ട് പണിക്ക് നടക്കണം. അപ്പൊ ആള് വീഡിയോ കോൾ ചെയ്തതാ. കൂട്ട് കൂടാൻ വേണ്ടി വിളിച്ചതായിരുന്നു അല്ലേ? അതിനെ കള്ളു കുടിക്കാൻ വേണ്ടി കാശും കൊണ്ട് നീ ചെല്ലണമല്ലോ. അതൊന്നല്ല, സ്നേഹം കൊണ്ട് വിളിച്ചതന്നെ. സ്നേഹിച്ചു. അപ്പൊ രണ്ടാളോട് സ്നേഹിച്ചു. അത് നീ ഫോണിൽ വിളിച്ചോണ്ട് എനിക്ക് നടന്നു വന്നാ പോരായിരുന്നോ? നടക്കാൻ പറ്റുമോ? വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് മാറി ഇരുന്നിട്ടൊക്കെ സംസാരിക്കണ്ടേ? നീ അപ്പൊ അവിടെ ഇരുന്ന് അയ്യോ മാഡം, ഞാൻ മാഡത്തിന് ഇഷ്ടപ്പെട്ട മീൻകറിയും ചിക്കനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ വേഗം പോട്ടെ, അടുക്കളയിലേക്ക് വേഗം പോട്ടെ. ശരി. നീ അവിടെ നിന്നേ കുമാരി. നീയെ ഇഷ്ടപ്പെട്ടത് ഒന്നും ഉണ്ടാക്കണ്ട, എല്ലാം ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും കേട്ടോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, പൈസ സാധനമില്ലെങ്കിൽ നിനക്ക് പൈസക്ക് അത്യാവശ്യമൊക്കെ ഉള്ളതല്ലേ? ഓരോരുത്തർ ആശുപത്രിയിലാണ്, ഓരോ പ്രശ്നങ്ങളല്ലേ, വിരുന്നുകാരൊക്കെ ഇല്ലേ. നീ പിടിക്കേ, നീ പൈസ പിടിച്ചേ. അപ്പൊ കുമാരി ഒരു കാര്യം ചെയ്യും കേട്ടോ. നാളെ മുതൽ കുമാരി ഇവിടെ വീട്ടുവേലയ്ക്ക് വരണ്ട.